യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മല്ലികേ, അതല്ല. ഏതല്ലെന്ന്? ആങ്ങളുടെ ഈ തണുപ്പ മട്ട് കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ തോന്നുക. ഞാൻ കാല് പിടിക്കാം, നമുക്ക് അങ്ങോട്ട് പോവാ. ആങ്ങളെ ഒന്ന് വാ. ആ മാഡത്തിനെ വിളിച്ച് സുന്ദരി എവിടെ ഉള്ളോന്നൊന്ന് ചോദിക്കേ. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നിങ്ങൾ എന്താ ഏട്ടാ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്നേ? അത്യാവശ്യമായിട്ട് മാഡം വിളിക്കാൻ പറഞ്ഞല്ലേ, ഒന്ന് വിളിക്കേട്ടാ. വിളിക്കാൻ പോവാ. ആങ്ങളേക്ക് വൈകി പറ, ഞാൻ വിളിച്ചോളാം. ശ്രീദേവി, നീ ആ മാഡത്തിന്റെ നമ്പർ ഒന്ന് തന്നേ, ഞാൻ അവരെ വിളിച്ച് ചോദിക്കാം സുന്ദരി എവിടെയാ ഉള്ളതെന്ന്. ആങ്ങളേക്ക് വയ്യെങ്കിലേ മാഡത്തിനെ കൂട്ടി ഞാൻ പൊയ്ക്കോളാം. 50 ലക്ഷം കൊടുക്കാനൊന്നും എന്റെ കയ്യിലില്ലെങ്കിലും കരഞ്ഞ് കാല് പിടിച്ചാണെങ്കിലും ഞാൻ എന്റെ മോളെ രക്ഷിച്ചോളാം. വേണമെങ്കിൽ എന്റെ കുഞ്ഞിന് പകരം ഞാൻ എന്റെ ജീവൻ കൊടുക്കും. എനിക്ക് ആ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? ഒന്ന് അടങ്ങു മല്ലികേ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ. എടുത്തു ചാടി ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. ആലോചിച്ചേ നീങ്ങാവൂ. ഞാൻ മേഡത്തിനെ വിളിക്കാൻ പോവുക തന്നെയാ. വെപ്രാളം പിടിക്കാതിരിക്കെ. നമ്മുടെ മാഡം വിളിക്കുന്നുണ്ട്. വില്ലിംഗ് ആയി കാണും. ഹലോ മാഡം. സുന്ദരി നിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? എന്താ സാധാരണ കിഡ്നാപ്പേഴ്സ് ചെയ്യുന്ന പോലെ ബ്ലൈഡ് കൊണ്ട് കൈത്തണ്ട വരഞ്ഞ് അവള് കരയുന്ന ശബ്ദം കേൾപ്പിച്ചു തന്നാലേ വിശ്വാസം ആകുള്ളൂ മാഡത്തിന്? അവളുടെ ദേഹത്തൊരു പോറലും ഏൽപ്പിക്കാതെ വേണം എനിക്ക് അവളെ കിട്ടേണ്ടത്, മനസ്സിലായോ? ആ കാര്യത്തിൽ ഒരുറപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. ബലമായി പിടിച്ചോണ്ട് വന്നതല്ലേ, പോരാത്തതിന് കെട്ടിയിട്ടിരിക്കുക. അതിൻ്റെതായ ചെറിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്, പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഓരോ ഉറപ്പ് ഞാൻ തരാം. ജീവനോടെ ആയിരിക്കും ഞാൻ അവളെ നിങ്ങൾക്ക് കൈമാറുന്നത്. എങ്കിൽ ഞാൻ വരും. ആദ്യം നീ ലൊക്കേഷൻ അയക്കേ. ഏയ് നിർത്ത്. അങ്ങനെ വെറുതെ കൈയും വീശിങ്ങി വന്നാ പോരല്ലോ മാഡം. ഞാൻ പറഞ്ഞ പണം 4 അണ കുറയാതെ എന്റെ കൈ കിട്ടിയിരിക്കണം. ഒരു ഉറപ്പിന് V&V ഗ്രൂപ്പിന്റെ ചെക്ക് ഞാൻ തരും. സുന്ദരിയെ കൈമാറുന്നതും ഫണ്ട് നിന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. എന്താ അത് പോരെ? മതി, ധാരാളം മതി. മാഡം ഫോൺ കട്ട് ചെയ്തോളൂ. ഫോണിലേക്ക് ഇപ്പൊ തന്നെ ഞാൻ കറണ്ട് ലൊക്കേഷൻ അയച്ചേക്കാം. ഓക്കെ? ഒന്നും രണ്ടും അല്ല, 50 ലക്ഷം. അതാ വരാൻ പോകുന്നത്. ബാക്കി നിങ്ങളുടെ കളി പോലിരിക്കും. ആ കാര്യത്തിൽ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഹലോ കൃഷ്ണ, ശ്രീദേവി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ആ പറഞ്ഞു മേഡം. അപ്പോ എങ്ങനെയാ കാര്യങ്ങൾ? അർച്ചന ഇപ്പൊ ലൊക്കേഷൻ അയച്ചു തരും. ചെക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ കൃഷ്ണന്റെ വീട്ടിലേക്ക് വരാം. അവിടുന്ന് നമുക്ക് ഒരുമിച്ച് ആ ലൊക്കേഷനിലേക്ക് പോവാം. ഞാൻ അങ്ങോട്ട് വരണോ മേഡം? വേണ്ട കൃഷ്ണ, സംസാരിച്ച സമയം കളയണ്ട. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. കയ്യിന്ന് വിടുവേഗ. ഇല്ല അമ്മ, ഞാൻ വിടില്ല. വിടാനല്ലേ പറഞ്ഞത്?
നോക്ക് വൈക, ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ ഉപദേശം ആവശ്യമില്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. അമ്മയെ രക്ഷിക്കാൻ പോകുന്ന ആരെന്നറിയോ? എന്റെ എല്ലാ സ്വപ്നങ്ങളെ തകർത്തവളയാ. മാഡം ഒന്ന് വിളിച്ച് കൂടെ നിന്ന് ചതിച്ചവളയാ. എന്റെ മുഖത്ത് നോക്കി അവള് തന്ന ഔദാര്യമാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞവളയാ. അവളെ രക്ഷിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരില്ലല്ലേ? അമ്മ ഈ 50 ലക്ഷം രൂപയുടെ ചെക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ആർക്കെന്നറിയോ? എന്റെ കഴുത്തിൽ താലി കെട്ടി എന്നെ ചതച്ച റാസ്കലിന്, എന്റെ സ്നേഹത്തിന് പുല്ലുവില കൽപ്പിച്ച ഫ്രോഡിന്, പിന്നെയോ അവന്റെ തന്ത്രങ്ങൾ മെനയാൻ കൂട്ടുനിന്നവൾക്ക്. എന്റെ ഓഫീസിലും എന്റെ വീട്ടിലും എന്റെ ജീവിതത്തിലും ഒരുപോലെ വിഷം കുത്തിവെച്ചവൾക്ക്. ഇപ്പോഴും നീ എഴുതാപ്പുറം വായിക്കുക വൈക. ഞാൻ ആരെയും സഹായിക്കല്ല, സുന്ദരിയെ രക്ഷിക്ക. എന്നെ ചതിച്ചവളുടെ ജീവിതം രക്ഷിക്കേണ്ട ഒരു ബാധ്യത അമ്മയ്ക്കില്ല. സുന്ദരി ആരാണെന്ന് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബാധ്യത എനിക്കുമില്ല. കാരണം എത്ര പറഞ്ഞാലും നിന്റെ ചെവിയിൽ കയറില്ല, നീ മനസ്സിലാക്കില്ല. അതിനുള്ള ബോധമില്ല നിനക്ക്. നീ വിശ്വസിച്ചോ? സുന്ദരി നിന്റെ ജീവിതം തകർത്തവളാണെന്ന് തന്നെ നീ വിശ്വസിച്ചോ? അങ്ങനെ കരുതിയാ പോലും ഞാൻ പറയും, ഞാനിപ്പോ രക്ഷിക്കാൻ പോകുന്നത് ആ സുന്ദരിയല്ല. എഴുന്നേറ്റ് 2 കാലിൽ നിൽക്കാനാവാത്ത അവസ്ഥയിൽ കിടന്ന എന്നെ ഈ പരുവത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിച്ച എനിക്ക് പിറക്കാതെ പോയ എന്റെ മകളെ രക്ഷിക്കാനാണ്. ഞാൻ ദത്തെടുത്ത് വളർത്തിയ എന്റെ മകളുടെ ജീവിതത്തിൽ ഒരു ചതി പറ്റിയെന്നും അതറിഞ്ഞാൽ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാവുമെന്നും അറിഞ്ഞപ്പോ ഒന്നും മാഡത്തിനെ അറിയിക്കില്ലേ എന്നും, ആ പാവത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തില്ലേ എന്നും അമ്മയായ എന്നോട് കാല് പിടിച്ച് യാചിച്ച സുന്ദരി എന്നൊരു പെണ്ണുണ്ട്. നിനക്ക് വേണ്ടി ജീവിച്ച പെണ്ണ്. അവളെ രക്ഷിക്കാനാ ഞാൻ പോകുന്നത്. എന്നെ തടയാൻ നോക്കണ്ട വൈക. അതിൽ നീ തോറ്റുപോകത്തേ ഉള്ളൂ. തോറ്റുപോകുന്നറിഞ്ഞ് ഇനിയും നീ ഒരു മത്സരത്തിന് ഇറങ്ങണ്ട. ആങ്ങളെ, മാഡത്തിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? എവിടെ എത്തിയെന്ന് അറിയാലോ. മല്ലിക ഒന്ന് വെപ്രാളം പിടിക്കാതിരിക്കേ. മാഡം അവിടെ നിങ്ങൾ എത്തണ്ടേ? ഇത്തിരി സമയം കൊടുക്ക്. നമ്മൾ എത്തുന്നതിന് മുമ്പേ ആ പെങ്കൊച്ച് നമ്മുടെ മോളെ ഉപദ്രവിക്കോ വല്ലതും ചെയ്യോ? ഒന്നും ഉണ്ടാവില്ല. മല്ലിക ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ ആവാതെ. ദേ മാഡം എത്തി. വാ, നമുക്ക് പോയിട്ട് വരാം. വിനീതേ, നീയും കൂടെ വാ മോനെ. നിക്ക്, മാഡം ഇങ്ങോട്ട് വന്നോട്ടെ. കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുക്കാതെ ഇറങ്ങി പുറപ്പെടുന്നതിൽ ഒരു അർത്ഥമില്ല മല്ലികെ. കൃഷ്ണ, നമുക്ക് പോയിട്ട് വന്നാലോ? അർച്ചന ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട്. സീപോർട്ട് റോഡിലായിട്ടാ ലൊക്കേഷൻ കാണിക്കുന്നത്. ഈ അർച്ചന വിളിച്ചിട്ട് മാഡത്തിനോട് എന്താ പറഞ്ഞത്? ആദ്യം അതൊന്നു പറ. സുന്ദരി അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കിഡ്നാപ്പിംഗ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവള്. ആവശ്യം പണം തന്നെയാ കൃഷ്ണ. 50 ലക്ഷം രൂപ കൊടുത്താൽ സുന്ദരിയെ തിരിച്ചു തരാമെന്നാ പറഞ്ഞ്. ആ ഡീല് ഞാനങ്ങ് ഉറപ്പിച്ചു. ചെക്ക് എഴുതിയെടുത്ത് വച്ചിട്ടുണ്ട് ഞാൻ.